ഇവിടെയാണ് ഭഗവദ്ഗീതയുടെ പ്രസക്തി. ഗീത ഒരു യുദ്ധഭൂമിയിലാണ് ഉപദേശിക്കപ്പെട്ടത്. പുറത്തുമാത്രമല്ല, അർജുനന്റെ ഉള്ളിലും ഒരു വലിയ യുദ്ധം നടക്കുകയായിരുന്നു. ഒരു വശത്ത് സ്വന്തം ബന്ധുക്കൾ, ഗുരുക്കന്മാർ, മുത്തച്ഛൻ, അവരെല്ലാം ഇപ്പോൾ ശത്രുപക്ഷത്താണ്. ആ സാഹചര്യം അർജുനനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വിഷലിപ്തമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. സ്നേഹിക്കേണ്ടവർ, ആദരിക്കേണ്ടവർ ഇപ്പോൾ കൊല്ലേണ്ടവരായി മുന്നിൽ നിൽക്കുന്നു. ഈ ചിന്തയിൽ അർജുനൻ തളർന്നുപോയി. ശരീരം വിറച്ചു, ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി. എനിക്കിത് വയ്യ കൃഷ്ണ, സ്വന്തം ബന്ധുക്കളെ കൊന്നുനേടുന്ന ഈ സാമ്രാജ്യം എനിക്കു വേണ്ട എന്നു പറഞ്ഞവൻ തേരിൽ തളർന്നിരുന്നു. ഈ അവസ്ഥ നമ്മളിൽ പലർക്കുമുണ്ടാകാറുണ്ട്. അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തുനിന്ന് നിരന്തരമായ കുറ്റപ്പെടുത്തലുകളും മാനസിക പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നുപോകും. ഇവരെ ഉപേക്ഷിക്കാനും വയ്യ, സഹിക്കാനും വയ്യ എന്ന അവസ്ഥ. ഈയൊരു ധർമ്മസങ്കടത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ മറുപടി നൽകുന്നത്. കൃഷ്ണൻ അർജുനനോട് ഓടിപ്പോകാനല്ല പറഞ്ഞത്, മറിച്ച് ആ സാഹചര്യത്തെ സമചിത്തതയോടെ നേരിടാനാണ് പഠിപ്പിച്ചത്. ഇവിടെയാണ് ഗീതയിലെ സ്ഥിതപ്രജ്ഞൻ എന്ന ആശയം വരുന്നത്. ആരാണ് സ്ഥിതപ്രജ്ഞൻ? സുഖത്തിൽ അധികം സന്തോഷിക്കുകയോ ദുഃഖത്തിൽ അധികം തളരുകയോ ചെയ്യാത്തവൻ, സ്തുതിയിലും നിന്ദിയിലും ഒരേപോലെ നിലകൊള്ളുന്നവൻ. ആമ അതിന്റെ തലയും കാലുകളും തോടിനുള്ളിലേക്ക് വലിക്കുന്നതുപോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിവുള്ളവൻ. ഇതാണ് വിഷലിപ്തമായ വ്യക്തികളെ നേരിടാനുള്ള ഏറ്റവും ശക്തമായ ആയുധം, ഒരു സ്ഥിതപ്രജ്ഞന്റെ മനോഭാവം വളർത്തിയെടുക്കുക.